കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന ക്രൂരമായ അവഗണനയുടെ ആഴമറിയണമെങ്കിൽ ഉത്തർപ്രദേശിനോടും ബീഹാറിനോടും കാട്ടുന്ന സ്നേഹത്തിന്റെ കണക്ക് മനസ്സിലാക്കണം. ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യമായി പരിഗണിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ വാരി കോരിക്കൊടുത്തു. കാണൂ വിവേചനത്തിന്റെ, വേർതിരിവിന്റെ, തുല്യതയില്ലായ്മയുടെ കൃത്യമായ കണക്കുകൾ. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത് ബജറ്റിൽ ഏറ്റവും അധികം വിഹിതം നൽകിയത് ഉത്തർപ്രദേശിനാണ്. 2,55,172.21 കോടി. ബീഹാറിന് 1,43,069.43 കോടി. മധ്യപ്രദേശിന് 1,11,661.87 കോടി. ബംഗാളിന് 1,07,010 കോടി. മഹാരാഷ്ട്രയ്ക്ക് 89,855.80 കോടി. രാജസ്ഥാന് 85,716 കോടി. ഒഡീഷയ്ക്ക് 64,408 കോടി. തമിഴ്നാടിന് 50,821 കോടി. ആന്ധ്രാപ്രദേശിന് 57,566 കോടി. കേരളത്തിന് 27,382 കോടി. യഥാർത്ഥത്തിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ കേരളത്തിന് ലഭിക്കേണ്ടത് 73,000 കോടിയാണ്. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ വെറും 32,000 കോടിയാണ് കേരളത്തിന് അനുവദിച്ചത്. ഈ ബജറ്റിൽ അത് 27,382 കോടിയായി കുറഞ്ഞു. അതായത് 44,618 കോടി കുറവാണ് എന്നർത്ഥം. കേന്ദ്ര ബഡ്ജറ്റ് വന്നതിന് അന്ന് ഞാൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് ആദ്യത്തെ പേജിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് ഇൻട്രോഡക്ഷനിൽ പറയുന്നു, ഈ വർഷം സംസ്ഥാനങ്ങൾക്ക് ഞങ്ങൾ 5 ലക്ഷം കോടി അധികം കൊടുക്കുന്നു സംസ്ഥാനങ്ങൾക്കാകെ. അപ്പൊ ഞാനത് പറഞ്ഞു, 5 ലക്ഷം കോടി അധികം കൊടുക്കുമെങ്കിൽ 3% നമ്മുടെ ജനസംഖ്യയെങ്കിൽ 15,000 കോടി കിട്ടണം. നമുക്ക് വർധന 4,000 കോടിയേ ഉള്ളൂ. കാരണം ബഡ്ജറ്റ് ഡോക്യുമെന്റ് വെച്ച് ഞാൻ പറഞ്ഞു